He is respectful. അദ്ദേഹം ജനങ്ങളെ ബഹുമാനിക്കുന്ന ആളായിരിക്കും. He appreciates people. ജനങ്ങളെ അഭിനന്ദിക്കുന്ന ആളാവും. And he sees people as a partner to him. ആ വ്യക്തി ജനങ്ങളെ കാണുന്നത് തനിക്കൊരു പങ്കാളിയായിട്ടാണ് ആ വ്യക്തി ജനങ്ങളെ. So it doesn't matter if he is talking to a important businessman, or he is talking to a fisherman, or he is talking to a cobbler. He understands that this person is my partner. അങ്ങനെയുള്ള ഒരു നേതാവ് സംസാരിക്കുന്ന ഒരു പക്ഷെ ഒരു വലിയ വ്യവസായിയോടാവട്ടെ, ഒരു കർഷകനോടാവട്ടെ, ഒരു ചെരുപ്പ് കുത്തുന്ന ജോലി ചെയ്യുന്ന ഒരാളാവട്ടെ, ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ആൾ എന്റെ പങ്കാളിയാണെന്നാണ് ആ വ്യക്തി കരുതുന്നത്. But when a person thinks that power comes from me, you see, because after some time the people around him keep telling him that power comes from you, power comes from you, power comes from you, suddenly he starts to believe it. എന്താണെന്നറിയോ, പക്ഷെ ഒരാൾ ചിന്തിക്കുകയാണ് ഈ അധികാരം എന്നിൽ നിന്നാണ് വരുന്നത്. കുറച്ചു സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത്, നിങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത് പറയുമ്പോൾ ആ വ്യക്തി അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും. Then arrogance starts to come inside that person. അതുകൊണ്ട് ആ ചിന്ത, അതുപോലെ ധാർഷ്യം ആ വ്യക്തിയുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. And automatically the relationship between people and that person breaks. അപ്പൊ എന്താ സംഭവിക്കുന്നറിയോ, സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുന്ന ആ വ്യക്തിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവിടെ ഇല്ലാതാകാൻ തുടങ്ങും. The leader thinks that power comes from him and people are nothing to do with anything. ആ നേതാവ് എന്താണ് വിചാരിക്കുന്നത്, അധികാരം എന്നിൽ നിന്നാണ് വരുന്നത്, അതിൽ ജനങ്ങൾക്കുമായി ഒരു ബന്ധവുമില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. And people think this man is arrogant, this man has no connection with us, this man does not listen to us. അപ്പൊ ആളുകൾ എന്താ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഈ മനുഷ്യൻ ധാർഷ്ട്യമുള്ള ആളാണ്, ഈ മനുഷ്യന് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും ഈ മനുഷ്യൻ കേൾക്കുന്നില്ല. And that is what has happened to the chief minister and the prime minister. ഇന്ത്യയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That is why, for example, when 5-6 women MPs are standing in parliament, the prime minister suddenly thinks that they are trying to attack him. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5-6 വനിതാ എംപിമാർ പാർലമെന്റിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പെട്ടെന്ന് വിചാരിക്കുകയാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോവാണെന്ന് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ടാണ്. Or when 3 or 4 people show black flags to the chief minister, he has them physically beaten almost to death. നിങ്ങൾക്കറിയോ, അതുകൊണ്ടാണ് ഏകദേശം 3-4 ആളുകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോ അവരെ മർദ്ദിച്ച് അവരെ മരണം വരെ എത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിച്ചത്. Instead of saying, okay, these people don't agree with me, they're showing me black flags, so what, let them show me black flags, he imagines that they are trying to attack him, to kill him, and so he attacks them. നിങ്ങൾക്കറിയോ, അവര് 3-4 പേര് കരിങ്കൊടി കാണിക്കുമ്പോൾ അതെന്താ കാര്യമില്ല, അവർക്ക് എന്നോട് വിയോജിപ്പുണ്ട്, സാരമില്ല, അവർ കരിങ്കൊടി കാണിച്ചിട്ട് പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പോലെ അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്, അവരെന്നെ കൊല്ലാൻ വരികയാണ്, അവരെന്നെ ആക്രമിക്കാൻ വരികയാണ്, അതുകൊണ്ട് അവരെ തിരിച്ചാക്രമിക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. And both these are examples of people who have become drunk on power. നിങ്ങൾക്കറിയോ, ഇത് രണ്ടും കാണിക്കുന്നത് ആരെക്കുറിച്ചാണ്, അധികാരം കൊണ്ട് മത്തുപിടിച്ച രണ്ടാളുകളെയാണ് ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. And they've already broken the relationship between them and the people. അവരിപ്പോ തന്നെ അവരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അവരില്ലാതാക്കിയിട്ടുണ്ട്. The election is just the formality where they're going to find out that their relationship is actually broken with the people. ശരിക്കും ഇലക്ഷൻ എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ജനവുമായിട്ടുള്ള ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, ഇല്ലാതായി എന്ന് അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള കാരണം മാത്രമാണ്. And how am I saying that their relationship with the people is broken? ഞാൻ എന്തുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? Kerala has become the drug capital of India, number 1 state in India. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി 1ാമത്തെ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. 75% of Kerala's paddy farmers are in debt. കേരളത്തിലെ 75% വരുന്ന നെൽ കർഷകർ ഇന്ന് കടക്കണിയിലാണ്. Coir, which was the fundamental industry for this area, is destroyed. അതുപോലെ തന്നെ ഈ ഏരിയയിൽ, ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കയർ വ്യവസായം ഏതാണ്ട് നശിക്കപ്പെട്ടിരിക്കുകയാണ്. 1.3 lakh workers don't have work. 1.3 ലക്ഷം തൊഴിലാളികൾക്ക് ഇന്ന് തൊഴിലില്ലാത്ത അവസ്ഥയാണ്. Wholesale attack is taking place on minorities in the country. ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ മേൽ വലിയ രീതിയിലുള്ള വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 nuns from here
are attacked in Chhattisgarh. ഇവിടെ നിന്നുള്ള 2 കന്യാസ്ത്രീകളെയാണ് ഛത്തീസ്ഗറിൽ ആക്രമിച്ചത്. Manipur churches are being burnt. മണിപ്പൂരിൽ പള്ളികൾ ആക്രമിക്കപ്പെടുകയും കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And the Prime Minister has a partnership with the people who are doing this. ഇന്ത്യൻ The Chief Minister has a partnership with the people who are doing this. അതല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യുന്നവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ളത്. The very people who are attacking minorities across the country, Muslim, Christian, Sikhs, those people are in partnership with the Chief Minister. ഈ രാജ്യം മുഴുവൻ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, സിഖുകളെ ആക്രമിക്കുന്ന, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടി ചേർന്ന് പങ്കാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. On the other side, the Prime Minister is signing a US deal with Donald Trump.